ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു എന്താണ് വൈൻഡപ്പ് സെഷനിൽ കമ്പനിയുടെ ലീഗാലിറ്റി, നിയമപരമായിട്ട് കമ്പനി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ഇവിടുന്ന് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അല്ലെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. ഏകദേശം നാട്ടിലെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അപ്പോൾ പലർക്കും ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പ്രോഗ്രാമിലുള്ള ആളുകൾക്ക് പോലും പ്രോഗ്രാം എന്താ പറയാ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് തന്നെ വന്നാലും ഇവിടെ ഈ ഒരു വർക്ക് ടീം വർക്കിന്റെ ബേസിലാണ്, ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും നമ്മൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കെ നമ്മൾക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഒരു ബിസിനസ്സിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാൻ, റിസ്ക് ഇല്ലാതെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, അതും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും അതായത് ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വളരെയധികം വിജയം വരിച്ച ഒത്തിരി ആളുകളാണ് നമ്മളോടൊപ്പം ഇവിടെ നമ്മുടെ ടീമുകളിലും നമ്മുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കടന്നു വരുന്ന ഓരോ ആളുകൾക്കും വ്യക്തമായിട്ട് പറയാൻ സാധിക്കും നമുക്കിവിടെ എന്താണ് റിസ്ക് ഉള്ളത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് സ്റ്റോർ നമുക്കറിയാം ഇതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഒരു ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കറിയാം ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളും അതുപോലെ കൺസെപ്റ്റുകളൊക്കെയാണ് അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്താണ് നെറ്റ്വർക്ക് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പോ സംസാരിക്കുന്നത് അബുദാബിയിൽ നിന്നാണ്. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ ഒരു മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആളുകളോട് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും അധികം ആളുകളെ ഒരേ സമയം കാണാനും ഈ ഒരു ബിസിനസ് അവസരത്തെ പറ്റി പറയാനും ഒക്കെ ഉള്ള സാധ്യത കിട്ടിയത് അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു 4 വർഷം മുൻപ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഒരു വീട്ടമ്മയായിരിക്കെ എനിക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞത്. അപ്പോ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ഉണ്ടായാലും നമ്മളെ മക്കളെ നോക്കാനും മാതാപിതാക്കളെ നോക്കാനും ഒക്കെ ആയിട്ട് പലർക്കും പല മലയാളി എന്താണ് കുടുംബിനികൾക്കും ഒരു ജോലി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് മാറാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധാരണ ഒരു മലയാളി ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ടും ഓൺലൈൻ ആയിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യം എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇത് ഫിസിക്കലായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഡിജിറ്റലി ആയിട്ട് ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള സാധ്യതയാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഒരേ സമയം നമ്മൾക്ക് എന്താണ് 400-ലധികം ആളുകളോട് ഈ ഒരു ബിസിനസ് അവസരത്തെ പറ്റി പറയുമ്പോൾ, ഈ ഒരു പ്ലാൻ പ്രസന്റേഷനിലൂടെ ഈ ഒരു ബിസിനസിനെ പറ്റി കേൾക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക്, ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഈ ഒരു ബിസിനസ് അവസരത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഒരു പ്ലാൻ പ്രസന്റേഷൻ വളരെ ഭംഗിയായിട്ട് രാജി മാഡം ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ ആണ് നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മാസ്റ്റർ പ്ലാനിലൂടെ നമുക്ക് അറിയാൻ പറ്റും 6-7 തരത്തില് നമ്മൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഒപ്പം തന്നെ അതിനകത്ത് ഒരു ഡയറക്റ്റ് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് എന്താണ് അവസരങ്ങളുടെ ഒരു സമന്വയം അല്ലെ. തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ വിജയിക്കും എന്നുള്ളതും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എങ്ങനെ വിജയിക്കും എന്നുള്ളതും ഒരു ഇ-കൊമേഴ്സ് എങ്ങനെ വിജയിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിന്റെ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമപ്രകാരം തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിയമം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് തന്നെ അല്ലെ. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ, എന്താ പറയാ, ഫൈനൽ ഒരു മാർഗരേഖ ഈ ഒരു അവസാന കഴിഞ്ഞ മാസം തന്നെയാണ് നമ്മുടെ
പിണറായി സർക്കാർ കൃത്യമായിട്ട് രൂപീകരിച്ചു. ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കണം. അതുവഴി വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റുകൾ ഇവിടെ തന്നെ വിറ്റഴിക്കാവുന്ന രീതിയിലേക്കൊക്കെ മാറി ഒരു വലിയ രീതിയിലേക്ക് ഒരു രാജ്യത്തിന്റെ പുനർനിർമ്മാണം വരെ നടത്താം എന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാന് വളരെ കാലങ്ങൾക്ക് മുൻപ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. ഇന്ത്യയെ പോലുള്ള ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു രാജ്യത്ത് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പല മണി ചെയിൻ കമ്പനികളുടെ മറവില് MLM കമ്പനികളിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് എന്താണ് നമുക്ക് പല ആളുകളുടെയും എന്താണ് പൈസ നഷ്ടപ്പെടാനും മാനം നഷ്ടപ്പെടാനും ഒക്കെ കാരണമായപ്പോ പല ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വന്നു. ഇങ്ങനെയുള്ള ചെയിൻ സമ്പ്രദായത്തിൽ വരുന്ന സംഭവങ്ങളെല്ലാം തന്നെ പറ്റിപ്പാണ്, അത് പല ആളുകളുടെയും പൈസ നഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു മിഥ്യാധാരണ എന്ന് പറയാൻ പറ്റില്ല, കാരണം ആളുകളുടെ അനുഭവമാണ്. അപ്പൊ എല്ലാ ആളുകളും ഇത് ഇങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അത് മണി ചെയിൻ അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ആളുകൾക്ക് എന്താണ് മണി ചെയിൻ എന്ന് ചോദിച്ചാൽ പോലും വ്യക്തമായിട്ട് അറിയില്ല. പകരം ഇവിടെ സംതിങ് എന്താണ് കാശിന്റെ ഒരു റൊട്ടേഷനും അതുപോലെ കാശ് പോണ പരിപാടി എന്ന് മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള നാട്ടുകാർക്ക് അറിയുള്ളൂ. പക്ഷെ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് നിയമത്തിനനുസരിച്ച് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ഇവിടെ നമ്മൾ ഇതിലൂടെ വിറ്റഴിക്കുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റികൾ ഉറപ്പുവരുത്തി എല്ലാ തരത്തിലും ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആ മാർഗരേഖകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ ഇവിടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കേരള ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ IAS IPS ഓഫീസേഴ്സിന്റെ മേൽനോട്ടത്തിൽ കമ്പനികൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്പനി അടക്കമുള്ള കമ്പനികൾ രജിസ്റ്റേർഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു രജിസ്ട്രേഷൻ അപ്ഡേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എന്താ പറയാ വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോ ഇതൊരു ചെയിൻ അല്ലേ, മണി ചെയിൻ അല്ലേ, പൈസ നഷ്ടപ്പെടുന്ന കാര്യമല്ലേ എന്നൊരാൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട്. നമ്മളിവിടെ ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കൊണ്ടല്ല ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഡിജിറ്റലി ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പാർട്ട്ണർഷിപ്പ് സ്റ്റോർ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിനൊരു ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും രജിസ്ട്രേഷൻ ചെയ്യാനും സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ ആയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. നമ്മൾക്കിത് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കണമെങ്കിൽ അല്ലെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഒരു മിനിമം 100 സെയിൽസ് വോളിയത്തിന്റെ പ്രോഡക്റ്റ് ലൈഫ് ടൈമിൽ ഒരൊറ്റ തവണ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ നിരന്തരമായിട്ട് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് വഴി നമ്മുടെ ആ സൈറ്റ് ആക്ടിവേഷൻ ആവുകയും നമ്മൾക്കത് മറ്റുള്ള ആളുകളിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക്. നമ്മൾക്ക് ബിസിനസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഇവിടെ നമ്മൾ പ്ലാനിൽ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൊടുക്കാം. നമ്മളെ സംബന്ധിച്ച് ഒരാൾക്ക് മാക്സിമം 100 സെയിൽസ് വോളിയത്തിന്